എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ഓപ്പൺ ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്നൊരു കേക്കാണ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഇനി നമുക്കതിൻ്റെ എല്ലാ സൈഡിലേക്കും അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ബാസ്ക്കറ്റ് വരച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബാസ്ക്കറ്റ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാസ്ക്കറ്റ് നോസിൽ തന്നെ വേണമെന്നില്ല, സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ബാസ്ക്കറ്റ് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡിലേക്ക് റോസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു കാർഡ്ബോർഡ് ഹാർട്ട് ഷേപ്പിൽ അതിൻ്റെ ഹാഫ് പാർട്ട് മുറിച്ച് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡിലേക്കും ബാസ്ക്കറ്റ് വീണ്ടും വരച്ച് കൊടുക്കണം. ഈ കാർഡ്ബോർഡിന് പകരം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് മെൽറ്റ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഹാർട്ട് ഷേപ്പിൽ അത് വെച്ചിട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ കാർഡ്ബോർഡാണ് യൂസ് ചെയ്തത്. ഇത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർഡ്ബോർഡ് ഒന്ന് മാറ്റി വെക്കണം. ചോക്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കും ഒരു 3 റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലേക്കും റോസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ലീഫ് നോസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലീഫും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.